അടുത്തത് പ്രധാനപ്പെട്ട മണ്ഡലമാണ് കേട്ടോ. മത്സരം നടക്കാൻ പോകുന്ന KT ജലീലും VS ജോയും തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് അവിടെ രവി തേരത്ത്. തവനൂരിൽ UDF-ന്റെ മത്സരിക്കാനില്ല എന്ന് KT ജലീൽ പറഞ്ഞതിന് ശേഷം മത്സരിക്കേണ്ടി വന്നു പ്രകാരം തവനൂരിൽ തന്നെ നമ്മൾ പെരിന്തൽമണ്ണയെ ആദ്യം കരുതി. പക്ഷേ പെരിന്തൽമണ്ണയിലേക്കില്ല എന്ന് പറഞ്ഞ് മത്സരിക്കുന്നുണ്ടെങ്കിൽ തവനൂരിൽ മത്സരിക്കാം ഒന്നുകൂടി KT ജലീൽ സമ്മതിക്കുകയായിരുന്നു. VS ജോയെ തവനൂരിലേക്ക് എത്തിക്കുമ്പോൾ ലീഗ് PK കുഞ്ഞാലിക്കുട്ടി എന്റെ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജയിപ്പിച്ചിരിക്കും. പക്ഷെ അവിടെ ഒരു കാര്യം എന്താ അറിയോ, ഈ KT ജലീലിന്റെ എല്ലാവിധ തെരഞ്ഞെടുപ്പിന്റെയും ചുമതലകൾ വഹിച്ചിരുന്ന ബാബ ഹാജിയാണ് ഇപ്പോൾ VS ജോയിയുടെ തെരഞ്ഞെടുപ്പിന് ചുമതല വഹിക്കുന്ന ഒരു കക്ഷി. 3 തവണയും KT ജലീലാണ് അവിടെ നിന്ന് മത്സരിച്ചത്. പക്ഷേ അത് ഇത്തവണ അത്ര എളുപ്പമാകില്ല. ഒന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന VS ജോയിയാണ്. പാർട്ടിയുടെ വോട്ടും ജനകീയനായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള വോട്ടും VS ജോയിക്ക് അനുകൂലമായി അവിടെ പോൾ ചെയ്യപ്പെടും. പക്ഷേ അവിടെ അഭിമാന പ്രശ്നമായി കാണുന്നു. പക്ഷേ KT ജലീലിനെ സംബന്ധിച്ച് ഒരു പോൾ മാനേജർ ആണെന്ന് അറിയാമല്ലോ. അവിടെ എങ്ങനെയാണോ വോട്ടുകൾ വരുന്നത് ആ കൃത്യമായ വഴികളെല്ലാം KT ജലീൽ തുറന്നിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം മന്ത്രിയായിരിക്കുമ്പോഴും അതിലൊന്നും ഒരിളക്കവും സംഭവിച്ചിട്ടില്ല. 2564 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഓരോ തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഭൂരിപക്ഷം കുറയുകയാണ് KT ജലീലിന്റെ കാര്യത്തിൽ കാണാൻ കഴിയും. നോക്കാം നമുക്ക് ഇക്കുറി എങ്ങനെയാണ്, എന്താണ് തവനൂരിൽ പ്രവചനാതീതം ബലാബലം. തവനൂർ പക്ഷേ UDF ഉറപ്പിക്കുന്നുണ്ട്, ലീഗ് ഉറപ്പിക്കുന്നുണ്ട്. ലീഗിന്റെ അഭിമാന പോരാട്ടമാണ്. ലീഗ് അത് തവനൂരിൽ ജോയി ജയിപ്പിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഇനി തവനൂരിൽ VS ജോയി ജയിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ജയിക്കേണ്ട ഒരാളാണല്ലേ ഞാൻ അവിടെ കാണുന്ന ഒരു കാര്യം, KT ജലീൽ ഒരു പോരാളിയാണ്. UDF ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ജോയിക്കാൻ